ദി അതർ എൻഡ് ഓഫ് ദ ലൈഫ് സൈക്കിൾ. ഏജിങ് എന്ന വാക്കിന് വളരെയധികം അർത്ഥമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെ ഹലോ, ഞാൻ ഡോക്ടർ ധന്യ എസ് പിള്ളൈ, ജെറി ഫാം ക്ലിനിക്സിൻ്റെ ഫൗണ്ടറും സീനിയർ കൺസൾട്ടൻറ്റുമാണ്. ജെറി ഫാം എന്ന വാക്കിൽ നമ്മൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ജെറിയാട്രിക് ആൻഡ് ഫാമിലി മെഡിസിൻ എന്ന ഒരു കോൺസെപ്റ്റാണ്. അതിൽ മുതിർന്നവരും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയും അവരുടെ ഹോളിസ്റ്റിക് കോംപ്രിഹെൻസീവ് ഹെൽത്ത് ആൻഡ് വെൽനസ് അപ്രോച്ച് എന്നുള്ളതാണ് നമ്മളതിൽ ഉദ്ദേശിക്കുന്നത്. മുതിർന്ന പൗരന്മാരെന്ന് പറയുമ്പോൾ above 60 years. ഏജിങ് എന്ന വാക്കിന് വളരെയധികം അർത്ഥമുണ്ട്. ഏജിങ് വിത്ത് ഡിഗ്നിറ്റി, അതാണ് ജെറി ഫാം ക്ലിനിക്സിൻ്റെ മെയിൻ മോട്ടോ. അപ്പോൾ ഏജ് വിത്ത് ഡിഗ്നിറ്റി എന്ന വാക്ക് നമ്മൾ എത്രമാത്രം ഹെൽത്ത് ആൻഡ് വെൽനസ് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് അതിനൊരു പൂർണ്ണ രൂപം കൊടുക്കാം എന്നുള്ളതാണ് ജെറി ഫാം ക്ലിനിക്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ജെറിയാട്രിക് മെഡിസിൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി പലർക്കും ഇന്ന് അറിവുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ നമുക്ക് പീഡിയാട്രിക്സ് എന്താണെന്ന് നല്ലപോലെ അറിയാം, അല്ലേ? അപ്പോൾ ഒരു 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പോലെ തന്നെയാണ് 60 വയസ്സിന് മുകളിൽ ഉള്ള വ്യക്തികൾക്കും നമ്മൾ കൊടുക്കേണ്ട ഹെൽത്ത് ആൻഡ് വെൽനസ് സപ്പോർട്ടും. അപ്പോൾ ഈ ഒരു സ്പെഷ്യാലിറ്റി തിരഞ്ഞെടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ ഇന്ന് കേരളത്തിൽ വളർന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു പോപ്പുലേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് above 60 ആണ്. ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് above 16% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് കേരള ബിലോങ്സ് ടു സീനിയർ സിറ്റിസൻസ്. അപ്പോൾ എന്തുകൊണ്ട് ഇവരുടെ ഹെൽത്തിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം? അവരുടെ ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്കും കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെ ദി അതർ എൻഡ് ഓഫ് ദ ലൈഫ് സൈക്കിൾ, മുതിർന്നവർ അല്ലെങ്കിൽ പ്രായമായവർ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അവരുടെ ഹെൽത്തും വെൽനെസ്സും, അതായത് മെൻ്റൽ സപ്പോർട്ട്, ഫിസിക്കൽ സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട്, കൂടാതെ തന്നെ ഫിനാൻഷ്യലും സ്പിരിച്വൽ സപ്പോർട്ടും എല്ലാം എന്തുകൊണ്ട് അതിൽ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് അവരുടെ ഒരു ഹോളിസ്റ്റിക് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യ പരിചരണത്തിന്? ഈ ആശയങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ഒരുപാട് പ്രചോദനം നൽകിയത്. അതിന് മുന്നോടിയായിട്ട് തന്നെ ഫാമിലി മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യാലിറ്റി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഫാമിലി മെഡിസിൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കുടുംബ ഡോക്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഒരു കുടുംബത്തിന് മൊത്തമായിട്ടില്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക്, ഒരു കമ്മ്യൂണിറ്റിക്ക് മുഴുവനായിട്ട് എപ്പോഴും അവരുമായിട്ട് 1-to-1 ടച്ചിലിരിക്കുന്ന ഒരു വ്യക്തി. അതായത് ഒരു ഫാമിലി ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള ഒരു വാക്കിനേക്കാട്ടിലും ഉപരി ഒരു ഫ്രണ്ട്, ഒരു ഫിലോസഫർ, ഒരു ഗൈഡ്, അങ്ങനെ ഒരു വ്യക്തിയാണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ജെറിയാട്രിക്സിലേക്ക് വരാനും ഒരുപാട് പ്രചോദനം നൽകിയത്. നമ്മളുടെ കേരളത്തിൽ ഇന്ന് ഒരുപാട് മുതിർന്നവർ ഒറ്റപ്പെട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇറ്റ്സ് എ മൈഗ്രേറ്റിംഗ് പോപ്പുലേഷൻ. യങ് പോപ്പുലേഷൻ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് മുതിർന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഒരുപാട് നമ്മളിന്ന് കണ്ടുവരുന്നു. അതിപ്പോൾ ഒരു സീനിയർ സിറ്റിസൺ ഹോമിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വീടുകളിലായിരിക്കാം, ഓർ ഫാമിലിയിലായിരിക്കാം, അതല്ലെങ്കിൽ സ്പൗസോ കൂടെയുള്ള ആൾക്കാരെ ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കാം. അപ്പോൾ അതിന് അത്രത്തോളം പ്രാധാന്യം നമ്മളുടെ കേരളത്തിലെ കമ്മ്യൂണിറ്റിയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു സ്പെഷ്യാലിറ്റി തിരഞ്ഞെടുക്കാനുള്ള മെയിൻ പ്രചോദനം. ജെറിയാട്രിക്സ് അല്ലെങ്കിൽ ജെറിയാട്രിക് മെഡിസിൻ എന്ന് പറയുന്ന വിഭാഗം വർഷങ്ങളായിട്ട് പ്രാബല്യത്തിലുള്ളതാണ്. അത് യൂഷ്വലി നമ്മൾ കാണുന്നത് ഒരു ഹോസ്പിറ്റലിലോ അങ്ങനെയുള്ള സെറ്റപ്പിലോ ഒരു ഫിസിക്കൽ ഹെൽത്തിന് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കാം. എന്നാൽ വർഷങ്ങളായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഹെൽത്തിനും അതിനെക്കാട്ടിലും ഉപരി സോഷ്യൽ ഇൻവോൾവ്മെൻറ്റും കമ്മ്യൂണിറ്റി അപ്രോച്ചും ഒരുപാട് ആവശ്യമുള്ള ഒരു ബ്രാഞ്ചാണ്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ, ഇത്രയും ഒരു 59 വയസ്സ് അവരത്രയും എക്സ്പീരിയൻസ് കഴിഞ്ഞൊരു റിട്ടയർഡ് ലൈഫിലേക്ക് എത്തുമ്പോൾ എന്തുമാത്രമായിരിക്കും അവരുടെ മെൻ്റൽ മേക്കപ്പ്, അവരുടെ ഫിസിക്കൽ എബിലിറ്റീസ് ഓർ ഡിസെബിലിറ്റീസ്, മറ്റ് കാര്യങ്ങൾ, സോഷ്യൽ ഇൻവോൾവ്മെൻറ്റ്സ്. അപ്പം ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ അവർക്ക് മികച്ചമായ ഒരു ചികിത്സ അല്ലെങ്കിൽ പരിചരണ രീതി കൊടുക്കാം എന്നുള്ളതാണ് ജെറി ഫാമിൻ്റെ ഉദ്ദേശം. പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടോ ചോദ്യമാണ്, ഡോക്ടർ എന്താണ് പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ എന്താണ് ജെറിയാട്രിക്? ഇത് രണ്ടും ഒന്നല്ലേ?
ജെറിയാട്രിക് മെഡിസിൻ അല്ലെങ്കിൽ ജെറിയാട്രിക് ഹെൽത്ത് അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ ഒന്നല്ലേ? ഇതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആദ്യം നമുക്ക് പാലിയേറ്റീവ് കെയർ എന്താണെന്ന് മനസ്സിലാക്കാം. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ അത് സാന്ത്വന ചികിത്സയാണ്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് ഒരാൾക്ക് സാന്ത്വന ചികിത്സ വേണ്ടത്? നമ്മളുടെ നാട്ടിൽ പലപ്പോഴും ഉള്ള ഒരു മിസ്നോമയുണ്ട്. അതായത് സാന്ത്വനം വേണ്ടതൊരു രോഗം മൂർച്ഛിച്ച് കഴിയുമ്പോഴേ അതിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ള ചിന്തയുണ്ട്. പലരും ഇതിനെ കണക്ട് ചെയ്യുന്നത് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് അല്ലെങ്കിൽ ഒരു എൻഡ് ഓഫ് ലൈഫ്, മരണത്തോടടുക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ചികിത്സാ രീതി എന്നാണ് പലരും പാലിയേറ്റീവ് കെയറിനെ ഉപമിക്കുന്നത്. എന്നാൽ അത് ശരിയല്ല. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ സാന്ത്വന ചികിത്സ. അത് ഏത് തരത്തിലുള്ള രോഗം വേണമെങ്കിലും ആവാം. ഇപ്പം ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്യുമ്പോൾ ആവാം, ക്യാൻസർ ആകാം, അല്ലെങ്കിൽ ഒരു ഫ്രാക്ചർ വന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിലാവാം. അവർ ഒരു വേദന മനസ്സിൽ ഉൾക്കൊള്ളുമ്പോൾ കൊടുക്കുന്ന ഒരു സാന്ത്വന പരിചരണമാണ് പാലിയേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ. അത് ഒരു എൻഡ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഒരു മരണത്തോടടുക്കുമ്പോൾ കൊടുക്കുന്ന ഒരു കെയർ ആയിട്ട് ഒരിക്കലും നമുക്ക് താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനി ജെറിയാട്രിക് ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ജെറിയാട്രിക് മെഡിസിൻ എന്ന് പറയുമ്പോൾ അതൊരു വാർദ്ധക്യ സഹജമായിട്ടുള്ള മുതിർന്നവർക്കുള്ള മൊത്തത്തിൽ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ചികിത്സാ രീതിയാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പാലിയേറ്റീവ് കെയർ. അതായത് ഈ മുതിർന്നവരിൽ കാണുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിത അനുഭവങ്ങൾ, അവസ്ഥകൾ, അതിന് കൊടുക്കുന്നൊരു സാന്ത്വന ചികിത്സയായിട്ട് പാലിയേറ്റീവ് കെയറും ജെറിയാട്രിക് കെയറും ഇറ്റ് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്. മുതിർന്നവരുടെ കാര്യം പറയുമ്പോൾ പല പേഷ്യൻസും നമ്മളുടെ മനസ്സിൽ വരാറുണ്ട്. അപ്പോൾ ഈ ഒരുപാട് വർഷങ്ങളായിട്ട് കാണുന്ന മുഖങ്ങളിങ്ങനെ പലപ്പോഴും നമ്മളെ പല കാര്യങ്ങളും ഓർപ്പിക്കാറുണ്ട്. അതിൽ ഉള്ള ഒരു വ്യക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു 94 വയസ്സുള്ള ഒരു അമ്മയായിരുന്നു. അമ്മ വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ആക്ച്വലി കാണാൻ വരുന്നത്. ഒ പിയിൽ വരുമ്പോഴത്തേക്കും അമ്മയുടെ ആ മുഖം കയറി വന്നപ്പോൾ തന്നെ അമ്മയുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം ഒരു ഫിസിക്കൽ ഇഷ്യൂവിനെക്കാട്ടിലും 93-94 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും ഫിസിക്കൽ എബിലിറ്റീസ് ഒരുപാട് കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എങ്കിൽ പോലും അതിനെക്കാട്ടിലും ഉപരി മനസ്സിൽ എന്തോ ഒരു വിഷമം കൊണ്ട് നടക്കുന്ന ഒരു രീതിയിലായിരുന്നു അമ്മയുടെ ആ അപ്രോച്ചും അമ്മയുടെ സംസാരം തുടങ്ങിയതുമല്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു അസസ്മെൻ്റ് എടുക്കുക എന്നുള്ളതാണ്. ഒരു മുതിർന്ന ഒരു വ്യക്തി നമ്മളുടെ ഒ പിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ ടീം മെമ്പേഴ്സ്, ഇതൊരു ജെറിയാട്രിക് മെഡിസിൻ ഡീൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി, ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നേഴ്സോ മാത്രമല്ല. ഇതിനൊരു ടീം അപ്രോച്ചാണ്, ടീം വർക്കാണ് നമുക്ക് വേണ്ടത്. അതിനൊരു ജെറിയാട്രിഷ്യനോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനോ, അതുകൂടാതെ തന്നെ ഒരു ജെറിയാട്രിക് നേഴ്സ് ഉണ്ടാവും, ഒരു ജെറിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും, സോഷ്യൽ വർക്കർ ഉണ്ടാവും, ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഒരു ടീം ഓഫ് ആൾക്കാരാണ് ഇതിനെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അമ്മ ആദ്യം വന്നപ്പോൾ തന്നെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഒരു അമ്മ വരുന്നുണ്ട്. അപ്പോൾ ആ അമ്മയ്ക്ക് എന്തോ ഒരു മനസ്സിൽ ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്നു. ഞാൻ പറഞ്ഞു, എന്തായാലും നമ്മൾ ചെയ്യുന്ന യൂഷ്വൽ ആ ഒരു ജെറിയാട്രിക് അസസ്മെൻ്റ് തന്നെ നടക്കട്ടെ, അത് നടന്ന ശേഷം അവരെ കൊണ്ടുവരൂ, നമുക്ക് സംസാരിക്കാം. അങ്ങനെ അസസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർ എൻ്റെ ക്യാബിനിലേക്ക് വന്നപ്പോഴത്തേക്കും ആദ്യം വന്ന ആ ഒരു മുഖത്തെ എക്സ്പ്രഷനല്ല അമ്മ അകത്തേക്ക് കയറിയപ്പം. ഒരു ചിരിയും കുറച്ചൊരു വ്യത്യാസവും കണ്ടപ്പോൾ ഒരു സന്തോഷവും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെന്നുള്ള ഒരു മനോഭാവമെല്ലാം അമ്മയുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മളുടെ ആ ഒരു ജെറി ഫാമിലിക്ക് വരുമ്പോൾ ആ ഇനീഷ്യൽ കെയർ ആൻഡ് അപ്രോച്ച് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ജെറിയാട്രിക് കംപ്ലീറ്റ് അസസ്മെൻറ്റ് ഒരു ആദ്യത്തെ ദിവസം വരുമ്പോൾ തന്നെ നടത്താൻ തന്നെ ഒരു 3/4 മണിക്കൂർ എടുക്കും. അതിനുശേഷം ഞാൻ അമ്മയുടെ കൂടെ ഇരുന്നു, അമ്മയുടെ അടുത്ത് സംസാരിച്ചു, അമ്മയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സംസാരിച്ചു, സോഷ്യൽ ഇഷ്യൂസ് സംസാരിച്ചു. ലാസ്റ്റിലാണ് ഞാൻ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വളരെ അധികമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. 93-94 ഇയേഴ്സിലും അമ്മ വളരെ കംഫർട്ടബിളായിട്ട് കാര്യങ്ങളെല്ലാം തനിയെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആൾക്കാരുമായിട്ട് ഇടപഴകുന്നുണ്ട്. ഇപ്പോൾ ഒരു കാപ്പി ഉണ്ടാക്കാനാണെങ്കിലോ അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകാനാണെങ്കിലോ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് പറയും, എല്ലാം തനിയെ തന്നെ ചെയ്യുന്ന അമ്മയാണ്. പക്ഷേ അമ്മയുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്
മക്കളുടെ അടുത്തുള്ള ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡെയിലി നടക്കുന്നില്ല എന്നുള്ള ഒരു ഫാക്ടറായിരുന്നു. നമ്മൾ ഉടനെ തന്നെ ഈ ഒരു അസസ്മെൻറ്റ് കഴിഞ്ഞ ശേഷം, കാരണം അമ്മ അന്ന് വന്നത് ഒറ്റയ്ക്കാണ്, അപ്പോൾ ഞങ്ങളുടെ ടീം അവരുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്തു. അവരിവിടെ അല്ലായിരുന്നു, അവർ പുറം രാജ്യത്തായിരുന്നു, വിദേശത്തായിരുന്നു. അപ്പോൾ അവരെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഒരു പ്രായമായിട്ടുള്ള വ്യക്തിക്ക് ഈ അവസരത്തിൽ വേണ്ട മെൻ്റൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് എന്താണ് അവർക്ക് ആവശ്യം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരോട് ഞങ്ങൾ വീഡിയോ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ടെലി കൺസൾട്ടേഷൻ വഴി അവരുമായിട്ട് സംസാരിച്ച് അമ്മയായിട്ട് കണക്ട് ചെയ്ത് അമ്മയെ കൂടുതൽ സോഷ്യൽ എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസിലേക്ക് വരാനായിട്ട് പ്രചോദനം നൽകുകയും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് പരിഹരിക്കാൻ സഹായിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇന്നമ്മ വളരെ ഹാപ്പിയായിട്ട് ഈവൻ ഫാമിലി മെമ്പേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കഥകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റോറീസും നമ്മൾ ഡെയിലി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൽ നമുക്കൊരു പാർട്ടാവാൻ കഴിയുന്നത് വളരെയധികം ഞങ്ങൾക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഏജിങ് എന്ന് പറയുന്നതൊരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ലൈഫ് സൈക്കിൾ, ഒരു ഹ്യൂമൻ ലൈഫ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ജനിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടി, അത് കഴിഞ്ഞൊരു ചൈൽഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അഡോളസെൻറ്റ്, അഡൽട്ട് ആൻഡ് ദെൻ ദി ഏജ്ഡ് പേഴ്സൺ. ഈ ഏജിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വിഷ്യസ് സൈക്കിളാണ്. ബട്ട് ദെൻ എന്തുകൊണ്ട് ഈ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് ഇത്രത്തോളം പ്രാധാന്യം ഇന്ന് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ കേരളത്തിലെ പോപ്പുലേഷൻ ഈസ് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബർത്ത് റേറ്റ് കുറയുകയും അതോടൊപ്പം ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിക്കൊണ്ടും ഇരിക്കുകയാണ്. നമ്മുടെ ഹെൽത്ത് കെയർ തന്നെയാണ് അതിന് പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം അത്രയും റോബസ്റ്റാണ്, നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നത്. ഇന്ന് 100 ഇയേഴ്സിന് മുകളിലുള്ള ഒരുപാട് വ്യക്തികൾ ഇന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ ഇന്ന് ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. ദ ഏജിങ് പോപ്പുലേഷൻ ഈസ് ഹയസ്റ്റ് ഇൻ കേരള. അതുകൊണ്ട് തന്നെ വയോജനങ്ങൾക്കുള്ള ഹെൽത്തിനുള്ള ഇമ്പോർട്ടൻസും ഇന്ന് കൂടിക്കൊണ്ടുവരുന്നു. ഏജിങ്ങിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് നമ്മളൊരു ഈ ഒരു വാക്കുണ്ടല്ലോ, വൃദ്ധൻ അല്ലെങ്കിൽ വൃദ്ധ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും ഒരു ആങ്സൈറ്റിയാണ്. എന്നാൽ ഇങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കൂ. അറിവ് കൊണ്ടും ജീവിത പരിചയം കൊണ്ടും അഭിവൃദ്ധി നേടിയ ഒരു വ്യക്തി എന്നാലോചിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ മുതിർന്നവർക്കുള്ള ആങ്സൈറ്റിയോ മാറ്റാൻ തന്നെ കഴിയും, അല്ലേ? അപ്പോൾ എന്താണ് നമുക്കിതിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നത്? ഒരു മുതിർന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വാർദ്ധക്യം വന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെയായിരിക്കും ഇമ്പോർട്ടൻ്റ് ഇഷ്യൂസ്? എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ ഇഷ്യൂസിലൊക്കെയാണ്. അവർക്ക് എന്തായിരിക്കും അവരുടെ ആരോഗ്യം അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ എന്തായിരിക്കും അതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 60 വയസ്സ് എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ, കാർഡിയാക് ഇഷ്യൂസ്, ഇതുപോലെയുള്ള അസുഖങ്ങൾ നമ്മളെ ഓൾറെഡി ഒരു പാക്കേജായിട്ട് തന്നെ നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു 60 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിരിക്കും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സാധാരണയായി വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവരിൽ കാണുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി കൊണ്ടുവരുന്ന മറ്റ് ചില കാരണങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ രോഗാവസ്ഥകളുണ്ടാവാം. ഇപ്പോൾ ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രീതിയാണ്, ഒരു അസുഖമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബാസ്ക്കറ്റ് ഓഫ് ഡിസീസസ് അല്ലെങ്കിൽ രോഗാവസ്ഥ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ കാണുന്നു. ഇത് മെയിൻലി ഫിസിക്കൽ ഇഷ്യൂസാണ്. ഇനി ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ്, കാരണം ഒരു 60 ഇയേഴ്സ് അല്ലെങ്കിൽ 65 ഇയേഴ്സ് എന്ന് പറയുമ്പം അവർ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു റിലാക്സിങ് സ്റ്റേജ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അന്ന് വരെ അവർ കാണാതെ പോയ അല്ലെങ്കിൽ ഒരു ആക്റ്റീവായിട്ടിരുന്ന സമയത്ത് ചിലപ്പം
അവർ ഓർത്തുപോലും കണ്ടിട്ടുണ്ടാവില്ല അസുഖങ്ങളുണ്ടെന്ന് തന്നെ. കാരണം അതിനുള്ള സമയമില്ല. ജീവിതം, അതായത് ലൈഫ് ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ട് നടക്കുകയാണ്. ദേ ആർ നോട്ട് വറീഡ് അബൌട്ട് ദെംസെൽവ്സ്. ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ പല സിംറ്റംസും കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ ആ സിംറ്റംസ് എന്തൊക്കെയാവാം? ചിലപ്പം മെമ്മറി ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഇഷ്യൂസ് ആവാം, നേരത്തെ പറഞ്ഞ പോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആവാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് പേഴ്സണലായിട്ടുള്ള അവർ ഡോക്ടറുമായിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സായിട്ടോ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലതരത്തിലുള്ള ഇഷ്യൂസും അവർക്കുണ്ടാവാം. ഈ വാർദ്ധക്യ അവസ്ഥയിൽ എന്തുകൊണ്ട് അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾക്ക് ഊന്നിൽ നിന്ന് നമ്മൾ കൂടുതൽ കൊടുക്കുന്നു? മുന്നേയും ഇതിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒരു 20 decades മുന്നേയും ഇതിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അന്നത്തെ സോഷ്യൽ അവസ്ഥ കുറച്ച് വ്യത്യസ്തമായിട്ടായിരുന്നു. അതന്ന് ജോയിൻറ്റ് ഫാമിലീസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം നമ്മൾ കാണുന്നത് ഇന്ന് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റമാണ്. ജോയിൻറ്റ് ഫാമിലിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ആ ഫാമിലിയിൽ അന്ന് അസുഖം വന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം വന്നാലോ ഡീൽ ചെയ്യാനൊരു വ്യക്തി സപ്പോർട്ട് സിസ്റ്റമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒന്നിയിൽ ഒരു പ്രായമായിട്ടുള്ള അച്ഛൻ്റെയോ അമ്മയുടെയോ മകളോ മകനോ ഉണ്ടെങ്കിൽ അവർ പുറത്ത് ജോലിക്ക് പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും ചിലപ്പോൾ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരു അച്ഛനോ അമ്മയോ ഒരാൾ ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊറ്റയ്ക്ക് ആയി പോകുന്ന ഒരവസ്ഥയായിരിക്കാം. ഇങ്ങനെ പല സോഷ്യൽ സിറ്റുവേഷൻസും ഇന്ന് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു മെയിൻ ക്വസ്റ്റ്യൻ. കോമൺ ആയിട്ട് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ സാധിക്കും, അതല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ സാധിക്കും? ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ളൊരു കഥ പറയാനുണ്ടാവും ബൈ ദി എൻഡ് ഓഫ് ദെയർ റിട്ടയർഡ് ലൈഫ്. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അവർ മുന്നോട്ടിപ്പോൾ കൊണ്ടുപോകുന്ന ഒരു ലൈഫ്, അവരുടെ ഹെൽത്ത് ഇഷ്യൂസ്, അവരുടെ മെൻ്റൽ മേക്കപ്പ്, അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ്, അവരുടെ ഫിനാൻഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഇഷ്യൂസ് എല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ജെറി ഫാം ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സപ്പോർട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മുതിർന്ന വ്യക്തിയെ പരിചരിക്കുമ്പോൾ, കെയർ ചെയ്യുമ്പോൾ, അത് ഒന്നിയിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പെയ്ഡ് കെയർ ഗിവർ ആയിരിക്കാം. മക്കൾ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പെയ്ഡ് കെയർ ഗിവറിനെ ആയിരിക്കാം അവർ അച്ഛൻ്റെയോ അമ്മയുടെയോ കൂടെ നിർത്തിയിരിക്കുന്നത്. അവരറിയേണ്ട കുറച്ച് വസ്തുതകളുണ്ട്. ഒരു കെയർ ഗിവർ എന്ന് പറയുമ്പം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ആ രോഗിയെയോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെയോ പരിചരിക്കുന്ന ആൾക്ക് ഉള്ളത്. കാരണം അവരുടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി ഉറങ്ങുന്നത് വരെയും അതോടൊപ്പം തന്നെ ഫുൾ 24 hours അവർക്ക് കെയർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള അവസ്ഥയാണെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അതാണ് നമ്പർ 1. സിമ്പത്തൈസ് അല്ല നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അവരുമായിട്ട് എംപത്തൈസ് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത്. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്ന ഒരു വസ്തുത നമ്മളെപ്പോഴും മനസ്സിൽ കരുതണം. ക്ഷമ വളരെയധികം വേണ്ട ഒരു ഫീൽഡാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പല വീടുകളിൽ പല രീതിയിലായിരിക്കാം പിന്നെ മുതിർന്ന വ്യക്തികളുടെ എന്താ പറയുന്നത്, അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ കാണുന്നത്. അതിനെ പല രീതിയിലാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ചിലപ്പോൾ ബിഹേവിയറൽ ഇഷ്യൂസ് ആയിരിക്കാം, പെട്ടെന്ന് ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ പറയുന്നത് വിഷമത്തിലിരിക്കുന്നു, ചിലപ്പോൾ ആഹാരം കഴിക്കുന്നില്ല, ചിലപ്പോൾ ടോയ്ലറ്റ് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആരോഗ്യം കൊണ്ടുള്ള, ഇപ്പം നെഞ്ചുവേദനയുള്ള വ്യക്തിയാണെങ്കിൽ നിരന്തരം ചിലപ്പം അങ്ങനെ നെഞ്ചുവേദനയോ അങ്ങനെയുള്ള അസ്വസ്ഥതകൾ വരാം. ഒരു സ്ട്രോക്ക് വന്ന വ്യക്തിയാണ്, കിടപ്പിലാണെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട കുറച്ച് രീതികളുണ്ട്. ചിലപ്പം ഫിസിയോതെറാപ്പി പോലെയുള്ള എക്സസൈസസ് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ടതായിട്ട് വരും.
ടോയ്ലറ്റ് ട്രെയിനിങ് ചിലപ്പം വേണ്ടി വരും, അതൊരു ടൈംലി ടോയ്ലറ്റ് ട്രെയിനിങ് ചിലപ്പം വേണ്ടി വരും, കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ. അങ്ങനെ പലതരത്തിലുള്ള, ഇപ്പോൾ സ്ലീപ്പ് പാറ്റേൺസ് ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ സ്ലീപ്പ് പാറ്റേൺസ് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ബിഹേവിയറൽ ചേഞ്ചസ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള മെഡിസിൻസ് കറക്റ്റായിട്ട് എങ്ങനെ എപ്പോൾ കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റിലേറ്റീവിനെയോ ഒരു ഫാമിലി മെമ്പറിനെയോ ഒരു കെയർ ഗിവറിനെയോ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ അഡ്വൈസ് നമ്മൾ ക്ലിനിക്കിലോ അല്ലെങ്കിൽ നമ്മൾ ഹോം കെയറിലോ കാണുന്ന വ്യക്തികളിലും പേഷ്യൻസിലും അവരുടെ കുടുംബാംഗങ്ങൾക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരെയും കൂടി ഉൾക്കൊള്ളിച്ച് അവർക്ക് ഇതിനുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും, അതോടൊപ്പം തന്നെ ഇപ്പോൾ സിറ്റുവേഷൻ ഇന്ന് വളരെ മൂടിയായിരിക്കാം ചിലപ്പം പ്രായമായിട്ടുള്ളവർ. അപ്പോൾ ഇന്നുള്ള ഒരു സന്തോഷാവസ്ഥ ആയിരിക്കത്തില്ല, ചിലപ്പോൾ നാളെ വേറൊരു മൂഡിലായിരിക്കാം, ദേഷ്യമായിരിക്കാം. അപ്പോൾ നിരന്തരം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സ്റ്റാഫ് ട്രെയിൻഡാണ് അവരുമായിട്ട് കോൺസ്റ്റൻറ്റ് ടച്ചിൽ ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും ഡെയിലി അവർ പേഷ്യൻസിനെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനെ വിളിച്ച് സംസാരിക്കും. അപ്പോൾ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഡീൽ ചെയ്താൽ മതി എന്നവർ പറഞ്ഞു കൊടുക്കും. അപ്പം ഇതാണ് ജെറി ഫാമിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മെയിനായിട്ടുള്ള ഒരു കെയർ ഗിവറിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റ്. എൽഡർലി കെയർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മെഡിക്കൽ സപ്പോർട്ട് മാത്രമല്ല, മെഡിക്കൽ, ഇമോഷണൽ, സോഷ്യൽ സപ്പോർട്ട് എല്ലാം ഉൾക്കൊണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ എത്രമാത്രം സോഷ്യലി നമ്മൾ കമ്മിറ്റഡ് ആണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ വീട്ടിലുള്ള വ്യക്തികൾക്കും മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കും സാമൂഹികമായിട്ടുള്ള ഓരോ വ്യക്തിക്കും ഇതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എൽഡർലി കെയർ അല്ലെങ്കിൽ സീനിയർ ഹെൽത്ത് അല്ലെങ്കിൽ വെൽനെസ്സിന് നമ്മൾ ഓരോരുത്തരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോടൊപ്പം ലെറ്റ് us ലീഡ് them with love, care, dignity, empathy, compassion and all relevant support, and Jerry Fam is there to help you out.